ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാനുള്ള റീസൺ എന്താ, കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യണം ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ. നിങ്ങളിങ്ങനെ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്ന് സംസാരിക്കണതാണ് വീഡിയോ എപ്പോഴും കാണണേ അല്ലേ. അപ്പോൾ നമ്മുടെ ചാനലോട്ട് പുതിയ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നാലത് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഇന്ന് റെഡിയാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയ്ക്ക് റെഡി ആവണത് എങ്ങനെയാണ്, വീഡിയോയുടെ മുമ്പിലോട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ വരുന്ന രീതി അതെങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ്. ഞാൻ കംപ്ലീറ്റ് വിത്തൗട്ട് മേക്കപ്പിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഡ്രസ്സൊക്കെ നമ്മൾ വീട്ടിലിടുന്ന സാധാ ടീഷർട്ട്, ഒരു ഭംഗിക്ക് ഷാൾ, ഇച്ചിരി നല്ല ഷാൾ എടുത്തിട്ടുണ്ട്. ഇതൊന്നും അല്ല കേട്ടോ വീട്ടിൽ കൂടെ ഇടുന്നത്, വീഡിയോയ്ക്ക് ആയതിന് ഷാളൊന്നും എടുത്തിട്ടുണ്ട്. ഓക്കെ എല്ലാം നോർമലി നമ്മൾ വീട്ടിൽ നിൽക്കുന്ന അതേ ലുക്കിലാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ വരുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടെല്ലാം കാണുന്നത് ഞാൻ അൽഫിയ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അപ്പോഴാണ് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു സഞ്ചിയുണ്ട്. ഈ സഞ്ചിയിലാണ് ഞാൻ എപ്പോഴും എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂക്കി വെക്കുന്നതല്ല കംപ്ലീറ്റ് എല്ലാം എന്താ പറയുക കംപ്ലീറ്റ് സൂക്ഷിക്കണത് ഈ സഞ്ചിക്കകത്താണ്. ഇത് ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ അവിടെ നിന്ന് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. നമുക്ക് ടീച്ചേഴ്സൊക്കെ സ്കെച്ച് പേനയും കാര്യങ്ങളും അങ്ങനത്തെ ഉള്ള അവരുടെ എസെൻഷ്യൽസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ബാഗാണിത്. പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ മേക്കപ്പ് സൂക്ഷിക്കാൻ വേണ്ടിയാണ്. തൊട്ടേ ഞാൻ കോളേജ് ടൈം തൊട്ടേ എനിക്ക് 2 ബാഗുണ്ട്, ഇതിൻ്റെ വേറെ കളറും ഇതും. അന്നോട്ടേ ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്നത് ഈ ഒരു ബാഗിനകത്താണ്. അതാകുമ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് തൂക്കി എടുത്തുകൊണ്ട് പോയാൽ മതി, അല്ലാണ്ട് അത് ഇത് വിറക്കി അങ്ങനെ നടക്കണ്ടല്ലോ. നമുക്ക് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒറ്റ പോക്കി ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. കല്യാണം കഴിക്കുന്നതിനൊക്കെ മുമ്പ് എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു. ഞാൻ എവിടെ പോയാലും വിക്രമാദിത്യനും വേതാളവും പോലെ ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ ഉണ്ടാകുന്ന സാധനം ഇതായിരുന്നു. ഇപ്പം ഞാൻ എടുക്കുന്നത് കൊച്ചിൻ്റെ ഉടുപ്പ്, സ്നാക്കി, ഡയപ്പറും അങ്ങനത്തെ കുറച്ച് കൊച്ചിൻ്റെ ഉടുപ്പുകൾ, ഫുഡുകൾ, സെർലാക്ക്, പാല്, അങ്ങനത്തെയൊക്കെ ഒരു ജീവിതമായി ഗൈസ്. ഓക്കെ, അതൊക്കെ പോട്ടെ കേട്ടോ. നമുക്കിന്ന് നമ്മുടെ വീഡിയോ എടുക്കാം. അപ്പം കുറച്ച് പ്രൊഡക്ട്സേ ഉള്ളൂ. അപ്പോൾ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ മെൻഷൻ ചെയ്യാമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് റെക്കോർഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വർത്തമാനം പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഓഡിയോ, അതായത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം മേക്കപ്പ് ചെയ്യുമ്പോഴത്തേന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നാണല്ലോ, ലിപ്പാണല്ലോ മോയ്സ്ചർ ചെയ്യുക. അതുകൊണ്ട് ഞാൻ വാസ്ലൈനാണ് യൂസ് ചെയ്ത് മോയ്സ്ചർ ചെയ്തിട്ടുണ്ട് ലിപ്പൊന്ന്. അതുപോലെ തന്നെ സെറ്റാഫിലാണ് ഞാനിവിടെ മോയ്സ്ചറൈസറായിട്ട് എടുത്തിരിക്കുന്നത്. ഫേസിൽ ഞാൻ ആദ്യം തന്നെ എടുത്തപ്പോഴത്തേണ്ടി തെറിച്ചങ്ങ് പോയി. എന്നിട്ട് ഞാൻ കുറച്ച് ഒരല്പം കയ്യിലോട്ട് എടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ട് ഫേസ് മോയ്സ്ചർ ചെയ്ത് കൊടുക്കുന്നത്. നല്ല കംപ്ലീറ്റ് ആൻഡ് അപ്ലൈ ചെയ്യണം, നെക്കും അതുപോലെ തന്നെ ഫേസൊക്കെ. എന്നിട്ട് ഇതുപോലെ ചുമ്മാ വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് കോപ്പറായും കാണിക്കുക. അതിനുശേഷം ഇവിടെ എടുത്തേക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫൗണ്ടേഷൻ ക്രീമാണ് കേട്ടോ. എനിക്കൊന്ന് സൺബീച്ച് അങ്ങനെ എന്താണ്ടാന്ന് തോന്നുന്നു ഷെയ്ഡ് എടുത്തിരുന്നത്. പക്ഷെ എന്താണെങ്കിലും പക്കാ ഷെയ്ഡാണ് എനിക്ക് കുറേ സത്യം പറഞ്ഞാൽ 3-4 ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും കളർ ഷെയ്ഡ് എനിക്ക് ഇച്ചിരി വ്യത്യാസമുള്ളതുകൊണ്ട് ഞാൻ നല്ലൊരു വൈറ്റിഷ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനും കൂടെ മേടിച്ചിട്ട് മിക്സ് ചെയ്താണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു എന്താ പറയുക വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഫൗണ്ടേഷൻ എൻ്റെ പക്ക ഷെയ്ഡാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വെറ്റ് ആൻഡ് വൈൽഡിന്. അത്യാവശ്യം കവറേജ് ഉണ്ട്, ഹെവി കവറേജ് എന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം കവറേജൊക്കെ ഉണ്ട്. പിന്നെ ഞാനങ്ങനെ എന്താ പറയുക കൺസീലറൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. സാധനം കയ്യിലുണ്ടെങ്കിലും ഞാൻ മറന്നു പോകാറാണ് ഗൈസ് പതിവ്. ബിക്കോസ് എനിക്കെന്തോ അങ്ങനെ എന്താ കൺസീലറൊക്കെ ഇട്ട് യൂസ് ചെയ്യണം എന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. അത്യാവശ്യം ഫൗണ്ടേഷനിൽ തന്നെ കവറപ്പ് ആകാറുണ്ട്. പിന്നെ ഈ ബ്രഷ്, ഇത് വെറും ഷോയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഇന്നേ വരെ ബ്രഷ് ഇട്ടൊന്നും ഉപയോഗിച്ചില്ല. ഞാൻ പിന്നെ ഇത് ഉപയോഗിക്കും കേട്ടോ, സ്പഞ്ച് ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഈ കുഞ്ഞൊക്കെ ആയതിനു ശേഷം എനിക്ക് സ്പഞ്ചൊക്കെ ഇട്ട് റെഡി ആവാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ട് ഞാൻ കൈ കൊണ്ടാണ് കംപ്ലീറ്റ് ഫൗണ്ടേഷൻ എപ്പോഴും അപ്ലൈ ചെയ്യണം. ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മളെ വെറുതെ പട്ടി ഷോ ഇറക്കണതാണ് ഈ ബ്രഷൊക്കെ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഫുൾ കവറേജ് ഫേസിലോട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ചുമ്മാ തൂത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം ഫൗണ്ടേഷൻ, എന്നാലേ ഫേസിനൊരു നീറ്റ്നെസ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് പർപ്പിളിൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇതിനകത്തൊരു സ്പഞ്ച് ഉണ്ടായിരുന്നു, എൻ്റെ ആങ്ങളയുടെ കൊച്ച് കടിച്ചത് കളഞ്ഞു, അത് പോയി അതേപടി. അപ്പം ഞാൻ ആ ബ്രഷ് വെച്ച് തന്നെ ഈ സംഭവം
തേച്ച് കൊടുക്കുക കേട്ടോ. ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കണുള്ളൂ, ഒരുപാടൊന്നും ഇട്ട് കൊടുക്കില്ല. ലൈറ്റായിട്ടാവുന്ന എന്താ പറയുക, ഫേസിൽ ഡള്ളപ്പാക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും ചെയ്യും. ഞാൻ മിക്കവാറും പൊന്നൂസിൻ്റെ, അതായത് എൻ്റെ കൊച്ചിൻ്റെ ബേബി പൗഡറായിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കണ ഒരു സാധാ ഒരു എന്താ പറയുക ഐ ഷാഡോ പാലറ്റാണ്. ഇത് ഞാൻ ഓൺലൈൻ മീഷോയിൽ നിന്നോ അതുപോലെ തന്നെ ആമസോണിൽ നിന്നോ അവിടെ നിന്നെങ്ങാണ്ടാണ് മേടിച്ചത്, ഓർക്കണില്ല. ഞാൻ പിന്നെ ഒളിഞ്ഞ് നോക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കിട്ടാനുണ്ടോ, ഷൂട്ട് കറക്റ്റായിട്ട് പോകണ്ടോ എന്ന് അറിയാനാണ് ഇടയ്ക്ക് ഒരു ഓട്ടക്കണ്ണി ഇട്ട് നോക്കണത്. നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പം ഐ ഷാഡോ പാലറ്റ് ഇങ്ങനെ ഓപ്പണാക്കി കാണിക്കാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചത് മാന്തി പറിച്ച് വെച്ചേക്കാണ് മൊത്തം. അതുപോലെ തന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഒരു ബ്രൗണിഷ് ആൻഡ് റോസ് ഷെയ്ഡാണ് വന്നേക്കുന്നത്. അത് ഞാൻ നന്നായിട്ടിങ്ങനെ ഇതും ബ്രഷ് വെച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ കൈവച്ചാണ് കൂടുതൽ അപ്ലൈ ചെയ്യാറ്. അപ്പം ഞാൻ കുറേയൊക്കെ ബ്രഷ് വെച്ച് 2 കണ്ണും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഒരു കണ്ണിൻ്റെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. 2ഉം കൂടെ കാണിക്കുമ്പോൾ ഒരുപാട് ലാഗാവും വീഡിയോ, അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് മടുത്തിട്ട് ലാസ്റ്റ് ഞാൻ കൈകൊണ്ട് തന്നെ അടുത്ത ഗോൾഡ് ഷെയ്ഡും കൂടി എടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നല്ലൊരു കളർ ഷെയ്ഡ് കിട്ടും. അതിന് വേണ്ടിയാണ് അങ്ങനെ 2 കളർ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ടോണിൻ്റെ ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഭംഗിയാക്കാനായിട്ട് ഞാൻ സൈഡിലൊരു ചെറിയൊരു ബ്ലാക്കിഷ് കളറും കൂടി ലാസ്റ്റ് പോയിൻറ്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ അത് കട്ടാക്കിയാണ്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈറ്റായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡും അറ്റ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. എൻ്റെ മീൻസ് ഈ മേക്കപ്പ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇതൊരു ഐലൈനർ പെൻസിലാട്ടോ. ഇത് ആക്ച്വലി ഹുദ ബ്യൂട്ടിയുടെ ഒരു ഐലൈനറാണ്, പെൻ ഐലൈനർ. നല്ലതാണ്, വാട്ടർ പ്രൂഫാണ്. പക്ഷേ ഹുദ ബ്യൂട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുമായിരിക്കും 10,000-2000 രൂപയുടെ ഐലൈനർ ആയിരിക്കും എന്നൊക്കെ. ഹുദ ബ്യൂട്ടി അറിയാവുന്നവർക്കറിയായിരിക്കും, നല്ല റേറ്റുള്ളൊരു സാധനമാണ്. എത്രയാണ് അതിൻ്റെ കറക്റ്റ് ഐലൈനറിന് എനിക്കറിയില്ല. പക്ഷേ ഇത് വെറും 85 രൂപയുടെ ലോക്കൽ ഐലൈനറാണ്. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്. അതിൻ്റെ ഒരു ഫ്രണ്ട് സെയിൽ ചെയ്യുന്നതുകൊണ്ട് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഇത് ഒറിജിനൽ, പക്ഷേ യൂസർ ഫ്രണ്ട്ലി ആണ്, നല്ലതാണ്. ഇതുപോലെ തന്നെ എന്താ പറയുക, വെള്ളം ഒന്നും വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് പെട്ടെന്നൊന്നും കണ്ണിൽ നിന്ന് പോവില്ല. ഞാൻ ഇടയ്ക്കൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഇതും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെറുതെ ഷോ ഓഫാണ്. ഞാനങ്ങനെ അടിയിൽ ഇങ്ങനെ ഐ ഷാഡോ വെച്ചൊന്നും ഷെയ്ഡ് ചെയ്യാറൊന്നുമില്ല. പിന്നെ ഷെയ്ഡ് ചെയ്യുവാണെങ്കിൽ ഗുമ്മൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുഞ്ഞതിന് ശേഷം ഇങ്ങനെയൊന്നും സ്പെൻഡ് ചെയ്യാനുള്ള ടൈമിൽ അതിന് എപ്പോഴും പടപടയെന്ന് കുളിച്ചിറങ്ങി റെഡിയായി ഓടാറാണ് പതിവ്. പിന്നെ താഴെ ഇങ്ങനെ കാജലാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി എഴുതുന്നത്. ഞാൻ പൊതുവേ എഴുതുന്ന ഐലൈനറാണ്. എന്നിട്ട് അകത്താണ് കാജൽ ഫില്ല് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാൻ നേരമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് 2 കണ്ണും കവർ ചെയ്തിട്ടുണ്ട്. 2 കണ്ണും എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുക ഗ്ലോ അപ്പാണ് ഫേസിൽ കിട്ടുന്നത് എനിക്ക്. അപ്പോൾ എനിക്ക് എവിടെ പോയാലും ഞാൻ കണ്ണെഴുതിയിട്ടേ പോകുള്ളൂ. പിന്നെ ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഞാൻ തന്നെ ഒരു ബ്ലേഡ് വെച്ച് എടുത്ത് കുറച്ച് മാന്തി കളഞ്ഞിട്ടുണ്ട് അവിടെ നിന്നൊക്കെ. ഉണ്ടാക്കി ഒന്ന് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഷേപ്പ് ചെയ്ത് വിടുന്നുണ്ട്. ബ്രൗൺ പെൻസിൽ വെച്ചാട്ടോ അതൊന്ന് ഫില്ല് ചെയ്ത് കളയണത്. ഫില്ല് ചെയ്ത് കളയുമല്ല ഗൈസ്, ഫില്ല് ചെയ്ത് വെക്കുന്നത്, പറയണത് തെറ്റിപ്പോണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല വൃത്തിക്കാണ് നമ്മളിത് ഇരിക്കുന്നത്. സോ ഇനി നമുക്ക് അടുത്തത് ഇത് വന്നിട്ട് ബ്ലഷ് പാലറ്റ് ആൻഡ് ഹൈലൈറ്റർ കോണ്ടോർ പാലറ്റ് ആട്ടോ. അപ്പം ബ്ലഷിന് പല കളേഴ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഞാൻ ഇട്ടേക്കണത് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നും ഇട്ടില്ല, ലൈറ്റായിട്ടൊന്നും ഇട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കോണ്ടോർ ചെയ്യാറില്ല, കാരണം എൻ്റെ ഫേസിന് എനിക്ക് ഇച്ചിരി കവളൊക്കെ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. കോണ്ടോറൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ഷേപ്പായി വരുമ്പോൾ എനിക്കത്ര ഇഷ്ടമല്ല. ഞാൻ കൊണ്ട് അങ്ങനെ പൊതുവെ കോണ്ടോർ ചെയ്യാറില്ല. ഞാൻ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ മൂത്രമൊഴിക്കാൻ പോകുന്ന അല്ല ഗൈസ്. ഞാനിവിടെ ഉദ്ദേശിച്ചത് ഹൈലൈറ്റർ ചെയ്യാനായിട്ട് കുഞ്ഞ് വിരൽ ഉപയോഗിക്കണം എന്നാണ്. പക്ഷെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ എന്താണ് ഇങ്ങനെ കാണിക്കണതെന്ന് ഞാൻ തന്നെ ചിന്തിച്ചത്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഹൈലൈറ്ററിൻ്റെ ബ്രഷ് ഉണ്ട് സെപ്പറേറ്റ്. ഇനി അതൊന്നും എടുക്കാനുള്ള ക്ഷമ എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഈ കുഞ്ഞ് വിരൽ വെച്ച് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഷെയ്ഡിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഹൈലൈറ്ററൊക്കെ ചെയ്തു. ഇനി നമുക്കൊന്ന് ലിപ്പ് ഷേപ്പ് ചെയ്യാനായിട്ട് ലിപ്പ് ലൈൻ ചെയ്യാം. അപ്പോൾ ഞാനൊരു ചെറിയൊരു പിങ്കും റെഡും കൂടി മിക്സ് ആയിട്ടുള്ള കളർ വെച്ചിങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഷേപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. സോ ഇനി നമുക്കൊരു അബദ്ധം വരുന്നത് 2 ഷെയ്ഡ് എടുത്തിട്ടുണ്ട് ലിപ്സ്റ്റിക്കിന്. ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്, മൈഗ്ലാമിൻ്റെ സൂപ്പർ ക്വാളിറ്റി കേട്ടോ, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അത് ഞാൻ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്തിട്ട് ലൈറ്റ് കളറേ ചെയ്യാറുള്ളൂ. പക്ഷേ ഞാനത് വീഡിയോയിൽ ഗുമ്മിരുന്നോട്ടെ എന്ന് ഓർത്ത് ഇങ്ങനെ കംപ്ലീറ്റ് തേച്ച് കൊടുത്തു.
പടച്ചവനെ ഭയങ്കര കളറാട്ടോ. നമ്മൾ പൊതുവേ പുറത്തുനിന്ന് പോകുമ്പോൾ ഞാൻ ഇത്ര ഡാർക്കായിട്ട് ലിപ്സ്റ്റിക് ഇടാറില്ല, ലൈറ്റായിട്ട് ഇടാറുണ്ട്. അപ്പം ഞാൻ വീഡിയോയിൽ സെറ്റപ്പായിട്ടിരുന്നോട്ടെ എന്ന് ഓർത്തിട്ടതാണ്. പക്ഷെ അതിങ്ങനെയായിപ്പോയി. ഞാൻ അപ്പം തന്നെ അത് തുടച്ച് കളഞ്ഞു. ഇത് തുടച്ച് കളയണമെങ്കിൽ ഒന്നെങ്കിൽ ലിക്വിഡ് എന്തെങ്കിലും ഓയിൽസ് പോലെ യൂസ് ചെയ്താൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ഫേസിൽ നിന്ന് പോവുള്ളൂ. ഫേസിൽ നല്ല ലിപ്പിൽ നിന്ന് പോവുള്ളൂ. സോ ഞാൻ അടുത്ത ഷെയ്ഡാണ് തന്നെ ചൂസ് ചെയ്തു. അത് ആദ്യം വലിയ ആൾ കളിച്ചത് മാറ്റി വെച്ചാണ്. പക്ഷെ അതാണ് എനിക്കിഷ്ടം. ഇത് സ്വിങ്ങർ എന്ന് പറഞ്ഞൊരു അടിപൊളി ഷെയ്ഡാണ്. മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിതാ ഇങ്ങനെ വിരൽ വെച്ചൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടെ, എന്നാലാണ് അത് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ഞാൻ എന്നിട്ട് ബാക്കി വരുന്നത് ഇങ്ങനെ തലയിൽ തേച്ച് വെക്കും. എന്താണ് അതങ്ങ് ശീലമായി പോയത് കൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. മടിയാണ്, വേറൊരു തുണിയൊക്കെ എടുക്കാനുള്ള മടിയാണ് എൻ്റെ മെയിനായിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു മേക്കപ്പിൻ്റെ ലുക്ക് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കല്ല, മേക്കപ്പിൻ്റെ ഒരു ലുക്ക് ഇതാണ്. അപ്പോൾ അതിന് മുടിയൊക്കെ കെട്ടണം, കമ്മലൊക്കെ ഒന്ന് മാറ്റണം, ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് ഇനി നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നത്. ആൻഡ് ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ ടൈം ഇവിടെ കാണിക്കുന്നത് 23 മിനിറ്റ് ആട്ടോ. അപ്പോൾ ഇത് ഷൂട്ടിങ് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ അരമണിക്കൂർ ടൈം മേക്കപ്പിന് എടുത്തത്. ഇല്ലെങ്കിൽ ഞാൻ 5 മിനിറ്റ് കൊണ്ടാണ് മേക്കപ്പ് ചെയ്യണത്. ബിക്കോസ് ഫൗണ്ടേഷനൊക്കെ എല്ലാം ഞാൻ കൈവച്ചാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ബ്രഷ് വെച്ച് ഞാൻ കാണിച്ചതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടാണ് എല്ലാം ചെയ്യണത്. ഒരു ദിവസം എപ്പോഴെല്ലാം സിമ്പിളായിട്ട്, അതായത് ഫസ്റ്റ് ആയിട്ട് ചെയ്യണ ഒരു വീഡിയോ. ഇപ്പോൾ ഇതിങ്ങനെ ഷോ ചെയ്ത് ഇങ്ങനെ പ്രൊഡക്റ്റൊക്കെ കാണിച്ച് വരുമ്പോഴത്തേന് നമുക്ക് ആ ഒരു ടൈം നമുക്ക് ഒത്തിരി പോവും. അപ്പം നമുക്ക് ഇനി ഡ്രസ്സൊക്കെ മാറാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമുക്ക് ഡ്രസ്സ് മാറാനായിട്ട് പോവാണ്. ഞാൻ ഡ്രസ്സായിട്ട് ചൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാക്സി ഡ്രസ്സായിട്ട് നല്ല ഭംഗിയിൽ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് ഇടാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലേതാണ് നല്ലത്? വിച്ച് വൺ ഈസ് ബെറ്റർ? ഐ തിങ്ക് ദിസ്. അപ്പോൾ ഇതാ ഞാൻ ഈ ആപ്രിക്കോട്ട് കളറാണ് ചൂസ് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗൗണിന് ഈ ആപ്രിക്കോട്ട് ഷെയ്ഡായിരിക്കും ബെറ്റർ എന്നല്ലേ. ആപ്രിക്കോട്ടാണ് അതിനകത്ത് കൂടുതലും വരുന്നത്. ബച്ചയും കൂടെ ഒക്കെ ഇട്ട് വരുമ്പോൾ ഇതിൻ്റെ സെറ്റപ്പിൽ എനിക്ക് എക്സാക്ട് കളർ വേറെ ഷാളില്ല. അപ്പോൾ ആപ്രിക്കോട്ട് കറക്റ്റായിരുന്നു, അതിന് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇതാ ചെറുതായിട്ട് ഞാൻ മുടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടി ക്ലിപ്പ് ഞാൻ അതിനകത്ത് കുത്തി വെക്കിട്ടു. കാരണം ഞാൻ മലേഷ്യൻ ജോർജറ്റ് അതിൻ്റെ തലയിൽ കിടക്കില്ല, തെന്നിപ്പോകും. പക്ഷേ ഇടാൻ നല്ല സുഖമാണ്, കാര്യം നല്ല ലെങ്തും വെരുത്തും ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. പിന്നെ ഞാനൊരു ഗ്രീൻ ആയിട്ടുള്ള ഒരു ഇങ്ങനെ ലോങ് സ്റ്റോൺ ടൈപ്പ് ഒരു റിങ്ങും കൂടെ വെയർ ചെയ്യുന്നുണ്ട് ഒരു ഗുമ്മിന് വേണ്ടി. പിന്നെ ചെറിയൊരു വളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചുമ്മാ വെറുതെ ഒരു രസത്തിന് ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ മുടിയെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തിരിച്ചും കാണിച്ച് നിങ്ങൾ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.